ദി കിങ് സിനിമയിൽ താൻ നടൻ മമ്മൂട്ടി പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് അസോസിയേറ്റ് ഡയറക്ടർ വാസുദേവൻ ഗോവിന്ദൻകുട്ടി. അതിൽ ഒരുപാട് ഇംഗ്ലീഷ് ഡയലോഗുകൾ ഉണ്ടായിരുന്നെന്നും തൻ്റെ ഇംഗ്ലീഷ് നല്ലതാണെന്ന് പറഞ്ഞാണ് മമ്മൂട്ടി തന്നെ ആ സിനിമയിൽ കൊണ്ടുവന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മമ്മൂട്ടിക്ക് കൃത്യസമയത്ത് ഡയലോഗ് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാമെന്നും ആ സിനിമയിൽ ചില സീനൊക്കെ മമ്മൂട്ടി ഒറ്റ ഷോട്ടിൽ എടുത്തിട്ടുണ്ടെന്നും വാസുദേവൻ ഗോവിന്ദൻകുട്ടി മാസ്റ്റർ ബിന്നിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. അന്നൊക്കെ ടേപ്പ് റെക്കോർഡർ വെച്ചാണ് ശബ്ദം എടുക്കുന്നതെന്നും ചില ഷോട്ടുകൾ ലോങ് ആയത് കാരണം പ്രോംപ്റ്റ് ചെയ്താൽ കേൾക്കില്ലെന്നും അപ്പോൾ ഒരു വാക്കി ടോക്കി മമ്മൂട്ടിയുടെ പോക്കറ്റിൽ ഇട്ടുകൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കിങ് സിനിമയിൽ ഞാൻ മമ്മൂക്ക പറഞ്ഞിട്ടാണ് വരുന്നത്. ഇതിൽ ഒരുപാട് ഇംഗ്ലീഷ് ഡയലോഗുകൾ ഉണ്ടായിരുന്നു. ഞാനും GKയും തമ്മിൽ നല്ല സിങ്കാണ്. അവൻ്റെ ഇംഗ്ലീഷ് നല്ലതാണ്. അവൻ പ്രോംപ്റ്റ് ചെയ്താൽ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുമെന്ന് പുള്ളി പറയുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നമ്മൾ കറക്റ്റ് ടൈമിൽ പറഞ്ഞു കൊടുക്കണം. ഈ പ്രോംപ്റ്റ് ചെയ്യുന്നത് ഒരു കലയാണ്. വെറുതെ ഒരാൾക്ക് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതിന് ഒരു ടൈമിംഗ് ഉണ്ട്. അവരുടെ ലാസ്റ്റ് വേർഡ് കഴിയുമ്പോൾ ഇട്ട് കൊടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് അത് ക്യാച്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ സിനിമയിൽ ചില സീനൊക്കെ മമ്മൂക്ക ഒറ്റ ഷോട്ടിൽ എടുത്തിട്ടുണ്ട്. അന്നൊക്കെ ടേപ്പ് റെക്കോർഡർ വെച്ചാണ് സൗണ്ട് എടുക്കുന്നത്. അപ്പോൾ ചിലത് ലോങ് ആയിട്ടുള്ള ഷോർട്ടായിരിക്കും. ആ സമയത്ത് പ്രോംപ്റ്റ് ചെയ്താൽ കേൾക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ വാക്കി ടോക്കിയാണ് ഉപയോഗിക്കുക. ഇത് പുള്ളിയുടെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതുവഴിയാണ് ഞാൻ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്, വാസുദേവൻ ഗോവിന്ദൻകുട്ടി പറയുന്നു. 1995 ദീപാവലിയിൽ റിലീസായി 200 ദിവസത്തിലധികം തിയേറ്ററുകളിൽ ഓടുകയും ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുകയും ചെയ്ത ചിത്രമായിരുന്നു ദി കിങ്. ഈ പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രത്തിൽ ജില്ലാ കളക്ടർ ജോസഫ് അലക്സ് IAS എന്ന കഥാപാത്രമായിട്ടായിരുന്നു മമ്മൂട്ടി എത്തിയത്. ഷാജി കൈലാസിന് വേണ്ടി ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയത് രഞ്ജി പണിക്കരായിരുന്നു.